मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഹണി ബിസ്ക്കറ്റ് ബാക്കിയുണ്ടോടാ? ഇതില് ബാക്കിയുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തരുമായിരുന്നു. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോന്ന് നോക്കിയേക്ക്. അയ്യോ, ഇവൻ ജാമായല്ലോ. എന്നാ ബ്രെഡിൽ തേച്ച് കഴിച്ചോന്നേ. ഹലോ കുട്ടികളെ, നോക്കൂ, നിങ്ങളെ കാണാൻ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ മകനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇതെന്റെ മകനൊന്നുമല്ല, എന്റെ മകൻ വരും. മേഘങ്ങൾക്കിടയിലൂടെ അവൻ വരും. അവൻ പൈലറ്റല്ലേ, ഭൂമിയുടെ നെഞ്ചിൽ ചവിട്ടി വരും. പുതിയ പൈലറ്റ് ആയതുകൊണ്ട് അതിന്റെ സന്തോഷവും അവൻ കാണിക്കുമല്ലോ. അപ്പൊ പിന്നെ ഇതാരാ? ഇത് ഞാൻ ഓമനിച്ച് വളർത്തുന്ന കോഴിയാണ്. എല്ലാ നഗരത്തിലും ഞാൻ രാഹുൽ കോഴി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ഇന്ന് വൈകുന്നേരം ഒന്ന് പുറത്തു പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവരെ നിങ്ങളുടെ കൂടെ ഒന്ന് നിർത്താമോ? ഞാൻ വീണ്ടും തിരിച്ചു വരും. വൈകിട്ട് ഈ വാതിൽ തള്ളി തുറന്ന് തിരിച്ചു വരും. വീടിന്റെ കോളിംഗ് അടിച്ചോണ്ട് കയറി വരും. ഞാൻ പറന്നു വരും, ഉറപ്പായും വരും. എന്തുകൊണ്ടില്ല, തീർച്ചയായും എന്റെ കുട്ടികൾക്കൊപ്പം ഇവൻ അടിച്ചു പൊളിക്കും. കൊച്ചമ്മയാ, ഫോണും തരുമോ? ഒരു കോള് ചെയ്യാനാ. അല്ല, എന്റെ ഫോൺ ഇവിടെ പോയി. അത് ശരി, ഫോൺ കാണുന്നില്ലേ? എങ്കിൽ ദയവരുടെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യൂ. കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ആരെയും വിശ്വസിക്കരുത്. ഓ, എനിക്കറിയില്ല ഈ മൊബൈൽ എന്റെ പേഴ്സിൽ എങ്ങനെയാണ് വന്നതെന്ന്. അതായത് മാഡത്തിന് ഈ കമ്പനിയുടെ ഫോൺ വളരെ ഇഷ്ടമാണ്. റെഡ് മാഡത്തിന്റെ ഫേവറേറ്റ് ആണ്. കൂടാതെ ഇന്നൊരു ഫോൺ മേടിക്കാനിരിക്കുന്നു എന്ന് കരുതി മാഡം ഒരിക്കലും മൊബൈൽ ഫോണൊന്നും മോഷ്ടിക്കുകയില്ല. ശരി, ഞാൻ പോകുന്നു. നമുക്ക് വൈകിട്ട് കാണാം. എന്നാൽ നിങ്ങൾ കളിച്ചോളൂ, ഞാൻ എന്റെ മുറിയിലുണ്ടാകും. എല്ലാ നഗരത്തിലും ഞാൻ സന്ദീപ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോഴി എന്നല്ലേ പറഞ്ഞത്? ഞാൻ ആ പറഞ്ഞതിന്റെ പഴയ കാലത്തെ കാര്യങ്ങളാണ്. അവിടെ മറ്റൊരു പേരിലായി. വരൂ, നമുക്ക് ഇന്ന് മുഴുവൻ കളിക്കാം. നിങ്ങൾക്കും അറിയണ്ടേ ഞാൻ എല്ലാ നഗരത്തിലും വ്യാജ ഐഡി എന്തിനാ കൊടുക്കുന്നതെന്ന്? ഒരു സെക്കൻഡ് കോഴി, ഈ മുട്ടയൊന്ന് പിടിക്കൂ. ഇനി അതെനിക്ക് തിരിച്ചു തരൂ. ഇന്നു മുതൽ ആരും പറയില്ല പൂവൻകോഴി മുട്ട തരില്ലെന്ന്. കണ്ടില്ലേ, പൂവൻകോഴി എനിക്ക് മുട്ട തന്നു. എല്ലാ നഗരത്തിലും ഞാൻ രാഹുൽ കോഴി എന്നാണ് അറിയപ്പെടുന്നത്. അല്ല, നീ എന്താ പോസ്റ്റ്മാൻ ആണോ? അല്ല, പിന്നെ നഗരം മുഴുവൻ നിന്നെ എങ്ങനെ അറിയുന്നത്? ശബ്ദം കുറയ്ക്കൂ. അതായത് ഞാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങുകയാണെങ്കിൽ ഫാൻ എല്ലാം ഓഫ് ആക്കിയിട്ടേ ഇറങ്ങാറുള്ളൂ. ഇതിലിപ്പോ എന്താ വലിയ കാര്യമുള്ള? എനിക്കാണെങ്കിൽ കൈയില്ല, എങ്കിലും ഞാൻ ഫാൻ ഓഫ് ആക്കിയിട്ടേ ഇറങ്ങാറുള്ളൂ. ഇതൊരു വലിയ കാര്യം തന്നെയല്ലേ? എനിക്ക് വിശക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. എന്റെ കൈ മൊത്തം ചുമന്നു. ഇനി എനിക്ക് സിഗ്നൽ കാണിക്കേണ്ട ആവശ്യം വരില്ല. എന്റെ കൈ പൊക്കി കാണിച്ചാൽ മതി. വരുന്ന വണ്ടികളൊക്കെ കൂടെ നിൽക്കും. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഹണി, നീ പോയി ആ മുറിയിലെ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് വരും. ആയിക്കോട്ടെ. വെരി സ്മാർട്ട്. ഹണി, നിന്റെ വായിൽ ഇങ്ങനെ പടക്കം വെച്ച് പൊട്ടിക്കാൻ പാടില്ലായിരുന്നു. ഇത് ഹണിയാണോ ചെയ്തത്? അവനോട് നേരിട്ട് ചോദിക്കാം. ഹണി, പറയൂ കോഴിച്ചേട്ടാ. നിനക്ക് ചെയ്യാനുണ്ടായിരുന്ന കാര്യം നീ ചെയ്തോ? അതെ, നല്ല രസമായിരുന്നു. നിന്നെ ആരും നിർബന്ധിച്ചില്ലല്ലോ. എന്താ, ശരിയല്ലേ? ഇല്ല, ഇതെന്റെ കടമയായിരുന്നു. ഞാൻ പറയുന്നത്, വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്നവർ ഇതെല്ലാം ചെയ്യേണ്ടത് തന്നെയാണ്. എന്നെ ആവശ്യമില്ലാതെ തല്ലുന്നോ? ഇപ്പൊ കാണിച്ചു തരാം ഞാൻ.
ഇതിൽ വെറുതെ എന്നെ പെടുത്തിയത് എന്തിനാ? ആഹാ. വെരി സ്മാർട്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു, പക്ഷെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുതായിരുന്നു. ഇനി ഈ വീട്ടിൽ ഞാൻ ഒരു സെക്കൻഡ് പോലും നിൽക്കില്ല. ഒന്ന്. അയ്യോ, ഇനി മേഡത്തിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് നമ്മൾ എന്ത് പറയും? അവരുടെ കോഴിയെ നമുക്ക് ഒരു ദിവസം പോലും നോക്കാൻ കഴിഞ്ഞില്ലെന്നാണോ? എല്ലാ നഗരത്തിലും എന്നെ ബണ്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബണ്ടി എന്നുള്ളത് എന്റെ അച്ഛന്റെ പേരാണ്. അച്ഛൻ മുഴുവൻ നാട്ടുകാരുടെയും കാശ് കൊടുത്തോണ്ട് ഒളിച്ചോടി. അതുകൊണ്ട് എല്ലാരും എന്നെ ആ പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പതാ ഞാൻ ഇവിടുന്ന് ഓടുകയാണ്. ഓടിക്കോളൂ. അവനെ പിടിക്കൂ. അവിടെ എഴുതേക്ക്, നമുക്ക് അവനെ പെട്ടെന്ന് തന്നെ പിടികൂടണം. ഇവൻ മരുന്ന് വിടുന്ന മട്ടില്ലല്ലോ. ആരോട് തന്നെ അടിച്ചേ? അവരാണ് അടിച്ചത്. എനിക്കാണെങ്കിൽ ഇതേ കയ്യേ ഇല്ലല്ലോ. അതെ നോക്ക്, അവൻ പോൾട്രി ഫാമിലേക്ക് കേറിയിട്ടുണ്ട്. ഇനി അവനെ പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇവരുടെ ഇടയിൽ നമ്മൾ എങ്ങനെയാ അവനെ കണ്ടെത്തുക? ഈ തൊണ്ടന്റെ ദേഹത്ത് കൊണ്ട് ഇക്കിളിയായപ്പോ പാടിയതാ. എങ്ങനെയുണ്ട് എന്റെ പാട്ട്? ഡങ്കച്ചിക്കി 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 ഡായ്. എന്തിനാ അടിച്ച്? കോഴികൾ പറക്കാറില്ലേ? എടാ, എന്റെ തൂവലൊടിഞ്ഞിരിക്കല്ലേ, പിന്നെ ഞാൻ എങ്ങനെ പറക്കും? നീ ആരാ? രാഹുൽ, എന്റെ പേര് കേട്ട് കാണുമല്ലോ. കേട്ടിട്ടുണ്ട്. വലിയ കോമൺ നെയിം അല്ലേ? ആൺകുട്ടികൾക്ക് രാഹുൽ, പിന്നെ പെൺകുട്ടികൾക്ക് നേഹ. ശരിക്കും കോമൺ നെയിം തന്നെയാ. സ്മാർട്ട് ബോയ്. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. ഇതെന്ത് കൂത്താ? എനിക്ക് എന്റെ കുഞ്ഞ് സ്മാർട്ടാണെന്ന് പറഞ്ഞുകൂടെ? ഇവൾക്ക് 10ൽ 10 മാർക്കുണ്ട്. അല്ല, ഇതെന്തിന്റെ കോമ്പറ്റീഷൻ ആയിരുന്നു? എല്ലാ നഗരവും തന്നെയാണ്. അവനെ കിട്ടി. ഇത് അവൻ തന്നെയാണ്. അവന്റെ പോലെ തന്നെയുണ്ട് സംസാരവും. ഒരിക്കൽ കൂടി പറഞ്ഞേ. കൊള്ളാം, ഇത് നല്ല തമാശയാണല്ലോ. കുട്ടാ, എന്റെ അമ്മയാണ് സത്യം. കളി ഞാൻ പഠിപ്പിച്ചിരിക്കും കുട്ടാ. അഗ്നിയെ തീയെന്ന് വിളിക്കും, ഫയറിനെയും തീയെന്ന് വിളിക്കും. എന്ന് വിളിക്കാറുണ്ട്. എന്റെ പൊന്നോ, ഇവനൊരു മിമിക്രി ആർട്ടിസ്റ്റാ. ഇനിയും നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്റെ എല്ലാ മുതല കുഞ്ഞുങ്ങളും നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. ഒരു ഐഡിയ ഉണ്ട്. ഒരു പ്ലാൻ ഉണ്ട്. ഇങ്ങോട്ട് വാ. അതെ, അവനോട് നമുക്ക് ഈ പ്ലാനിനെ പറ്റി പറയണ്ടേ? നീ എന്നെ കുറിച്ച് തോന്നിയാസം പറയുമല്ലേ? അതെ, തീർച്ചയായും പറയും. വീണ്ടും ഒരു തമ്മിത്തല്ലുണ്ടാക്കി. ഇന്നത്തെ ടാർഗറ്റ് പൂർത്തിയായി. ഹലോ മിസ്റ്റർ, നിന്നെ കാണാൻ നല്ല ഹാൻസം ആണ്. വളരെ നന്ദി. കൂടാതെ ഇന്റലിജന്റുമാണ്. ഗ്രാൻഡ് ആയിട്ടുള്ള നന്ദി. പിന്നെ ഹോണറബിളും ആണ്. ഗ്രേറ്റ് ആയിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള നന്ദിയുണ്ട്. മണ്ണുണ്ണിയുമാണ്. എല്ലാ നഗരത്തിലും എന്നെ അതെ, അതിന് കുറച്ച് മുളകുണ്ടായിരുന്നു. ചാക്കെടുക്ക്, വീട്ടിലേക്ക് നടക്ക്. ഞാൻ ദാ വന്നിരിക്കുന്നു. കോളിംഗ് അടിക്കാതെയാണ് ഞാൻ കയറി വന്നിരിക്കുന്നത്. വാതിൽ തള്ളി തുറന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നു. മതി. ഒരു ചോദ്യത്തിന് ഇത്രയും വലിയ എസ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയുണ്ട് എന്റെ കുട്ടി? അവനൊരു കുഴപ്പമില്ല. അവന്റെ കൂടെ കളിക്കാൻ നല്ല രസമായിരുന്നു. കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അത് കുഴപ്പമില്ല. ഇവനെ പോൾട്രി ഫാമിൽ ചെന്ന് കണ്ടോളൂ. ഇവർ തീർച്ചയായിട്ടും കാണാൻ വരും. ടാക്സ് പിടിച്ചിട്ടാണെങ്കിലും കാണാൻ വരും. എന്റെ മോനെ കാണാൻ തീർച്ചയായും വരും. ഈ 4 പേരും വരും. തീർച്ചയായും വരും. വരില്ലേ? ഏത് പോൾട്രി ഫാമാ? നിങ്ങൾ എന്നെ എടുത്തോണ്ട് വന്ന പോൾട്രി ഫാം.